കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കുറച്ചു നാളുകളായി സ്വർണ്ണവില പിടിതരാതെ പുതിയ റെക്കോർഡുകൾ കുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പവന് 60,000 വരെ തൊടുന്ന രീതിയിലായിരുന്നു സ്വർണ്ണവിലയുടെ കുതിപ്പ്. എന്നാൽ ഇപ്പോൾ നേരിയ ആശ്വാസമേകി സ്വർണ്ണവില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കല്യാണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കും സ്വർണ്ണാഭരണ പ്രിയർക്കുമൊക്കെ ചെറിയൊരാശ്വാസമല്ല ഈ വിലയിടിവ് നൽകുന്നത്. കേരളത്തിൽ ഇന്നും പവന് 880 രൂപ കുറഞ്ഞ് 56,000 രൂപയ്ക്ക് താഴെയെത്തി നിൽക്കുകയാണ്. 55,480 രൂപയാണ് വ്യാപാര വില. ഗ്രാമിന് 110 രൂപ ഇടിഞ്ഞ് 6,935 രൂപയുമായി. സെപ്റ്റംബർ 23-ാം തീയതിക്ക് ശേഷം ആദ്യമായാണ് പവന്റെ വില 56,000 രൂപയ്ക്കും ഗ്രാമിന്റെ വില 7,000 രൂപയ്ക്കും താഴെ എത്തി നിൽക്കുന്നത്. ഈ മാസം ഇതുവരെ പവന് കുറഞ്ഞത് 4,160 രൂപയും ഗ്രാമിന് 520 രൂപയുമാണ്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 31-ന് പവന് 59,640 രൂപയും ഗ്രാമിന് 7,455 രൂപയുമായിരുന്ന വിലയാണ് കേരളത്തിലെ എക്കാലത്തെയും റെക്കോർഡ് വില. രാജ്യാന്തര ആഭ്യന്തര തലങ്ങളിലൊക്കെ അടുത്തിടെയായി സ്വർണ്ണവില തകർന്നടിയാൻ മുഖ്യ കാരണം യുഎസിലെ രാഷ്ട്രീയ സാമ്പത്തിക ചലനങ്ങളാണ്. യുഎസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയക്കൊടി പാറിച്ചതിനു ശേഷം ഡോളറും യുഎസ് സർക്കാരിന്റെ കടപ്പത്ര ആദായ നിരക്കും കുതിച്ചുകയറ്റം തുടങ്ങിയത് സ്വർണത്തിന് വൻ തിരിച്ചടിയായെന്നാണ് വിലയിരുത്തലുകൾ. ഡോളറും ബോണ്ടും ഓഹരികളും ക്രിപ്റ്റോ കറൻസികളും മികച്ച നേട്ടം നൽകി തുടങ്ങിയതോടെ നിക്ഷേപകർ ഗോൾഡ്, ETF അടക്കമുള്ള സ്വർണ്ണ നിക്ഷേപക പദ്ധതികളിൽ നിന്ന് പിന്മാറി തുടങ്ങിയതും സ്വർണ്ണവിലയെ വീഴ്ത്തുന്നുണ്ട്. രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് 2,559.11 ഡോളറിലേക്കാണ് ഇന്ന് കൂപ്പുകുത്തിയത്. ഇന്ന് മാത്രം കുറഞ്ഞത് $50 നിലവിൽ വ്യാപാരം പുരോഗമിക്കുന്നത് 2,561 ഡോളറിലാണ്. രാജ്യാന്തര വിലയിലെ ഇടിവ് കേരളത്തിലും ഇന്ന് വില കുറയാനിടയാക്കി. രാജ്യാന്തര വില 2,545 ഡോളറിന് താഴേക്ക് വീണാൽ വില തകർച്ച ചെന്നു നിൽക്കുന്നത് 2,472 ഡോളറിലേക്കായിരിക്കുമെന്നും ചില നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ പവന്റെ വില 54,000 രൂപ നിലവാരത്തിലേക്കും താഴാനും സാധ്യതയുണ്ട്. യുദ്ധങ്ങളും കോവിഡ് മഹാമാരി പോലുള്ളവയുമൊക്കെ സ്വർണ്ണവില ഉയരാൻ കാരണക്കാരാണ്. റഷ്യ-യുക്രൈൻ യുദ്ധസമയത്തും വില കൂടിയിരുന്നു. അതോടൊപ്പം ഇസ്രായേൽ-പലസ്തീൻ യുദ്ധം ആ വിലയുടെ വേഗത കൂട്ടുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും നിലവിലെ സ്വർണ്ണവില ഇടിവ് വളരെ ആശ്വാസം തന്നെയാണ്. മാത്രമല്ല, ഇനിയും ഇങ്ങനെ സ്വർണ്ണവില കൂപ്പുകുത്തിയാൽ അധികം വൈകാതെ തന്നെ 40,000-ത്തിലെത്തി നിൽക്കാനും സാധ്യതയുണ്ടെന്ന് ചില വിലയിരുത്തലുകളുണ്ട്.